ഒരു നല്ല സർട്ടിഫിക്കേഷൻ കോഴ്സ് നിങ്ങൾ കണ്ടെത്തി. കോഴ്സ് പർച്ചേസ് ചെയ്യണം. അക്കൗണ്ടിലാണെങ്കിൽ കാശില്ല. ശമ്പളം വരാനായിട്ട് 10 ദിവസം കൂടിയുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പക്ഷേ ക്രെഡിറ്റ് കാർഡ് ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നവർ എടുക്കില്ല. അവർ ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. എന്ത് ചെയ്യും? ഞാൻ അവിടെ ഒരു വഴി പറഞ്ഞു തരാം. ഇക്കാലത്ത് നമ്മുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൺലൈൻ സർട്ടിഫിക്കേഷനുകളോ കൊഹോട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള കോഴ്സുകളോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മിക്ക സെൻറ്ററുകളും നേരിട്ട് ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് സ്വീകരിക്കാറില്ല. UPI അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ ആവശ്യപ്പെടൂ. അതുകൊണ്ട് നിങ്ങളുടെ പക്കൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൽ ലിമിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫീസിൻ്റെ രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടോപ്പിൽ നിൽക്കുന്ന 4 ആപ്പുകളെ കാണിച്ചു തരാം. ഇവയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് തൽക്ഷണം പണം മാറ്റാം. അതും വെറും 1% നിരക്കിൽ. നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ഫീസ്, ട്യൂഷൻ ഫീ ഫീച്ചറിലൂടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബാങ്കിലേക്ക് പണം മാറ്റാൻ സാധിക്കുന്ന 4 ജനപ്രിയ ആപ്ലിക്കേഷനുകളാണ് ഞാൻ ഈ പറയുന്നവ. ഫോൺ പേ, ഈസ് മൈ ഡീൽ, ക്രെഡ്, നോ ബ്രോക്കർ. ഈ എല്ലാ ആപ്പുകളിലും നിരക്കുകൾ 2 മുതൽ 2.5% വരെ വരും. എങ്കിലും ടെൻഷൻ അടിക്കേണ്ട, അവസാനം വരെ കാണുക. 1% നിരക്കിൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ പരിപാടി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് നോക്കാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് 4 ആപ്പുകളുടെയും ഹോം സ്ക്രീൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ എഡ്യൂക്കേഷൻ ഫീസ് അല്ലെങ്കിൽ ട്യൂഷൻ ഫീ ഫീച്ചർ ലഭ്യമായിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഫോൺ പേയിൽ ഈ ഓപ്ഷൻ ഇവിടെയുണ്ട്. ഈസ് മൈ ഡീലിൽ ഇത് ഇവിടെ തന്നെ ലഭിക്കും. ക്രെഡിലും സമാന രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നോ ബ്രോക്കറിലും അങ്ങനെ തന്നെ. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കാം. നിങ്ങൾ ഫീസ് അടയ്ക്കുന്നത് പോലെ തന്നെ. ഇനി നിങ്ങൾ എഡ്യൂക്കേഷൻ ഫീ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ബെനിഫിഷ്യറിയുടെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. അതായത് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ പണം അയക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര്, അക്കൗണ്ട് നമ്പർ, പാൻ നമ്പർ, IFSC കോഡ് എന്നിവ. ഈ പ്രക്രിയ എല്ലാ ആപ്പുകളിലും കൃത്യമായിട്ട് ഒന്ന് തന്നെയാണ്. വിവരങ്ങൾ ഒരു തവണ നൽകി കഴിഞ്ഞാൽ അവ സേവ് ചെയ്യപ്പെടും. അതിനാൽ അടുത്ത തവണ വീണ്ടും നൽകേണ്ടി വരില്ല. എൻ്റെ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കൂ. ഇനി ഓരോ ആപ്പിലും എത്ര കൺവീനിയൻസ് ഫീ വരുന്നുണ്ടെന്ന് നോക്കാം. ഇത് നോക്കൂ. ഫോൺ പേയിൽ ഇത്രയധികം കൺവീനിയൻസ് ഫീ ഈടാക്കുന്നുണ്ട്. ഈസ് മൈ ഡീലിൽ ഇത്ര കൺവീനിയൻസ് ഫീ ഈടാക്കുന്നുണ്ട്. ക്രെഡിൽ ഇത്ര, നോ ബ്രോക്കറിലും ഏകദേശം സമാനമായിട്ടുള്ളത് തന്നെ. ഈ കൺവീനിയൻസ് ഫീ ആണ് വാസ്തവത്തിൽ നമ്മൾ എത്ര അധികം നൽകേണ്ടി വരുമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇത് താരതമ്യം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എല്ലാ ആപ്പുകളിലും ഏതെങ്കിലുമൊക്കെ കൂപ്പണുകൾ ലഭ്യമാണ്. എന്നാൽ ഈസ് മൈ ഡീലിൽ നോക്കൂ, അവിടെ മികച്ച കൂപ്പണുകൾ അവൈലബിൾ ആണ്. ഈ കൂപ്പൺ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ കൺവീനിയൻസ് ഫീ വെറും 1% കുറയുന്നത് കണ്ടോ? നോക്കൂ, ഞാനിവിടെ ഈ കൂപ്പൺ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് 2% നിന്ന് 1% ക്യാഷ് ബാക്ക് ലഭിച്ചു. ഇതെൻ്റെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിൽ 100% ഉപയോഗിക്കാം. ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് നടത്തുമ്പോൾ ബില്ലും അടയ്ക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈസ് മൈ ഡീൽ വഴി തന്നെ ചെയ്യുന്നതാണ് വളരെ നല്ലത്. ബാക്കി ആപ്പുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു വലിയ വ്യത്യാസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷയെക്കുറിച്ചിട്ടുള്ളതാണ്. ഈ 4 ആപ്ലിക്കേഷനുകളും പൂർണ്ണമായിട്ടും സുരക്ഷിതമാണ്. കാരണം ഇവ PCI DSS സർട്ടിഫൈഡ് ആണ്, SAR ഓഡിറ്റഡ് ആണ്, ഒപ്പം CICRA സർട്ടിഫൈഡ് കൂടിയാണ്. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഡാറ്റയും ട്രാൻസാക്ഷനും പൂർണ്ണമായിട്ടും സുരക്ഷിതമായി എന്നാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ടതില്ല. അപ്പോൾ ഇതായിരുന്നു ഈ 4 ആപ്ലിക്കേഷനുകളുടെയും ഒരു താരതമ്യം. നിലവിൽ നമുക്ക് ഏറ്റവും മികച്ച ഓഫർ ലഭിക്കുന്നത് ഈസ് മൈ ഡീൽ ആപ്ലിക്കേഷനിലാണ്. അതിനാൽ ഞാൻ വ്യക്തിപരമായിട്ട് ഇത് തന്നെയാണ് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആപ്പിൽ ഇതിലും മികച്ച ഓഫർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആത്യന്തികമായി ലാഭം നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കേണ്ടത്. ഈ വീഡിയോ സഹായകരമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫീസ് അടയ്ക്കേണ്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവയ്ക്കുക. വീണ്ടും ഒരു ക്രെഡിറ്റ് കാർഡ് ടിപ്പുമായിട്ട് കാണാം. നന്ദി.